ഞാനിന്നേ കുറച്ച് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. എന്താ അച്ചാർ എന്ന് പറഞ്ഞാൽ ലെമൺ ആൻഡ് ഡേറ്റ്സ് അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നാരങ്ങയും ഈന്തപ്പഴവും കൂടെ ഉള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇച്ചിരി പഴുത്ത് ഇങ്ങനെ ഈ കളറിലൊക്കെ ഉള്ള നാരങ്ങ നമുക്ക് എടുക്കാം. പ്യുവർ നാരങ്ങ തന്നെ എടുക്കണമെന്നില്ല. ഇച്ചിരിയൊക്കെ വാടിയ നാരങ്ങയായാലും കുഴപ്പമില്ല. അത് ഇങ്ങനെ വേണം കീറി എടുക്കേണ്ടത്. സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നെടുകെ കീറിയെടുക്കും. ഇത് ഇങ്ങനെ വേണം നീളത്തിന് കീറിയെടുത്ത് അച്ചാറുണ്ടാക്കാം. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു പീസ് ഇഞ്ചി, ഇച്ചിരി വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ഇച്ചിരി നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നല്ലെണ്ണയുടെ കൂടെ ഇച്ചിരി കൂടുതൽ കടുക് ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ആ കടുക് ഒന്ന് ഏകദേശം പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയം കുറച്ച് ഉലുവയും കൂടെ നമുക്കൊന്ന് അങ്ങോട്ട് ഇടാം. ഇതൊന്ന് നല്ലവണ്ണം പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്കൊന്ന് ഇതൊന്ന് നല്ലവണ്ണം ഫ്രൈ ചെയ്ത് എടുക്കണം. ഒന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കൊന്ന് ഇത് ഫ്രൈ ചെയ്യണം. ഇതാണ്ടോ ഇച്ചിരിയൊക്കെ ആയിട്ടുണ്ട്. ഇതാ ഇഞ്ചിയൊക്കെ ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. നല്ലവണ്ണം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ ഇതിലോട്ടൊന്ന് തട്ടുവാണ്. തട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് നമുക്ക് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തു. ഇനി കുറച്ച് പഞ്ചസാര, ഒരു സ്പൂൺ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ അതും ചേർക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിടാം. നല്ലവണ്ണം വേവട്ട. ഒന്ന് നമുക്കിതിനെ അടച്ചിടണം. നല്ലവണ്ണം വെന്ത് കിട്ടണം. നാരങ്ങയുടെ തോടൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചിടാം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. നോക്കിക്കേ, നാരങ്ങയുടെ തോടെല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഒരു കൂട്ടുണ്ടാക്കണം. ഇത് ഒന്ന് നല്ലവണ്ണം വെന്തതിന് ശേഷം മാത്രമേ കൂട്ടിടാവൂ. കൂട്ടിന് വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടി, കായം, ഉലുവാപ്പൊടി ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്, എങ്കിലേ നിറം കാണത്തുള്ളൂ. നമ്മൾ ഈ വേവിച്ച് വെച്ചിരുന്ന നാരങ്ങയിലോട്ട്, അതായത് ഗ്യാസിലിരിക്കുന്ന നാരങ്ങയിലോട്ട് നമ്മൾ ഈ പൊടി ഒന്ന് തട്ടുവാണ്. എന്നിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടവും നല്ലവണ്ണം മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല മിക്സ് ആയിട്ടുണ്ട്. നാരങ്ങയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ടുള്ള നാരങ്ങ, നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡേറ്റ്സ്, ഒരു 100-150 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിന്, അതും ഇതുപോലെ നീളത്തിന് കീറിയെടുത്തിട്ട് കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നീളത്തിന് കീറിയെടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് അതിലോട്ട് തട്ടാം. ഈ ഡേറ്റ്സും കൂടെ ആകുമ്പോൾ നല്ല മധുരവും പുളിപ്പും ഒക്കെ ആയിരിക്കും അച്ചാറിന്. നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ കഴിക്കുന്ന അച്ചാറുണ്ടല്ലോ, ആ ഒരു ബിരിയാണിയുടെ കൂടെ മാത്രമല്ല, നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. കയ്പൊന്നും കാണത്തില്ല. നിങ്ങൾ വിചാരിക്കും നാരങ്ങ ഇങ്ങനെ വേവിച്ചാൽ കഴിക്കണം, ഒരു കാരണവശാലും കയ്പൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ഇതാണ്ടോ, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. കായത്തിൻ്റെയും നാരങ്ങയുടെയും എല്ലാം നല്ല മണവും വരുന്നുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിൽ, എല്ലാം വേവെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റണം. ഇതാണ്ടോ നല്ല ഗ്രേവി ആയിട്ടുള്ള. ഇനി ഗ്രേവി നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 സ്പൂൺ വിനാഗിരി വേണമെങ്കിൽ ചേർക്കാം. ഞാനിതൊന്നും ചേർക്കാതെ വെറും നല്ല പ്യുവറായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല. അടിപൊളിയായിട്ട് നാരങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇനി മാറ്റുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ, മറന്നുപോയി, കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ഇടാം. നേരത്തെ കടുക് വറക്കുമ്പോഴൊന്നും കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല. അവസാനം നമ്മൾ ഇത് പാത്രത്തിലോട്ട് മാറ്റാൻ സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ടാൽ മതി. പാത്രത്തിലോട്ട് കോരി മാറ്റുവാണ്. നോക്കിക്കേ, എന്ത് കട്ടിക്ക് നല്ല തിക്കായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയോ തിളച്ച വെള്ളം വേണമെങ്കിലും ഒഴിച്ചു. എനിക്ക് ഇങ്ങനെ കട്ടിക്ക് വേണം, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാ പേരും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുറച്ച് ഡേറ്റ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മധുരവും പുളിപ്പും എല്ലാം കൂടെ ഉള്ള നമുക്ക് അടിപൊളി അച്ചാർ നമുക്ക് കിട്ടും. സാധാരണ രീതിയിലുള്ള നാരങ്ങ അച്ചാർ പോലെ തന്നെയാണ്, പക്ഷേ അല്പം ഡേറ്റ്സും കൂടെ ചേർക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ബൈ.